പൂർണ്ണമായില്ല എന്ന് ആർക്കാ പറയാൻ പറ്റുക? അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് പറയാം, ഇല്ലെങ്കിൽ മതരാഷ്ട്രവാദി എന്ന് പറയാം. അത്രേ പറയാൻ പറ്റുള്ളൂ. കച്ചവടക്കാരൻ പാലിക്കേണ്ട മതം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കച്ചവടക്കാരൻ പാലിക്കേണ്ടതാ. അത് അവൻ പാലിക്കണമെങ്കിൽ ആ നിർദ്ദേശങ്ങൾ മതത്തിലുണ്ടാവണം. എന്ന പോലെ കർഷകനും ജോലിക്കാരനും ഉദ്യോഗസ്ഥനും വക്കീലിനും ജഡ്ജിക്കും ഡോക്ടർക്കും എഞ്ചിനീയർക്കും ഒക്കെ മതം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ മതം അവർ പാലിക്കുമ്പോഴേ അവരുടെ മതം പൂർണ്ണമാവുള്ളൂ. എന്ന പോലെ രാഷ്ട്രീയ രംഗത്തിറങ്ങുന്ന ആളുകൾ ഒരു പഞ്ചായത്തിന്റെ മെമ്പർ സ്ഥാനം കയ്യിൽ കിട്ടിയാൽ അവൻ എങ്ങനെ ജീവിക്കണം എന്ന് മതം പറഞ്ഞിരിക്കണം. പാലിക്കേണ്ടതാരാ? ആ മെമ്പർ സ്ഥാനം കിട്ടിയവനാ. കിട്ടാത്തവൻ അത് പാലിച്ചില്ല എന്ന പേരിൽ അവന്റെ മതം പൂർണ്ണമാവാതിരിക്കുന്നില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു പാർലമെന്റിന്റെ പ്രസിഡന്റ്, ഒരു പാർലമെന്റ് മെമ്പർ, ഒരു കേന്ദ്രമന്ത്രി, ഒരു സംസ്ഥാന മന്ത്രി, എന്തോ ആവട്ടെ, ഈ സ്ഥാനങ്ങളിലൊക്കെ വരുന്ന ഒരു മുസ്ലിം അയാൾ എങ്ങനെ ജീവിക്കണമെന്നതിന് മതം കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തില്ലെങ്കിൽ മതം പൂർണ്ണമാവില്ല. കൊടുത്ത നിർദ്ദേശങ്ങൾ അവൻ പാലിക്കാതെ പോയാൽ അവന്റെ മതവും പൂർണ്ണമാവില്ല. എന്നാൽ അവിടെ എത്താത്തൊരു മനുഷ്യൻ ആ നിയമങ്ങൾ പാലിച്ചില്ല എന്ന പേരിൽ അവരുടെ മതം പൂർണ്ണമാവാതിരിക്കുന്നില്ല. അപ്പോ ഇസ്ലാം എന്താണ്? മനുഷ്യൻ വ്യക്തിതലം മുതൽ, കുടുംബതലം മുതൽ, സാമൂഹ്യ സാമ്പത്തിക മേഖല മുതൽ രാഷ്ട്രീയ രംഗത്ത് വരെ അവൻ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാം പഠിപ്പിക്കണം, പഠിപ്പിച്ചിരിക്കണം, പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടങ്ങളിലൊക്കെ എത്തിപ്പെടുന്ന മനുഷ്യൻ അവിടങ്ങളിൽ എത്തുമ്പോൾ അത് പാലിക്കണമെന്ന് മാത്രം. അതൊക്കെയാകുന്നു ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയണമെങ്കിൽ പ്രമാണങ്ങൾ വേറെ വേണം. പക്ഷെ ഒരു സമൂഹം, കേരളീയ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ കുറെ കാലം പറഞ്ഞു വെച്ചെന്താ? ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം രാജ്യത്ത് ഭരണം സ്ഥാപിക്കലാകുന്നു. ഭരണമില്ലാത്ത ദീൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത സാങ്കല്പിക വീട് പോലെയാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിന് എതിരെ സംസാരിച്ചു. ലഭിച്ച സ്വാതന്ത്ര്യത്തെ തിരസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. ഇവിടെയുള്ള സർക്കാർ ജോലികളും സർക്കാർ കലാലയങ്ങളും ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടു. വോട്ടിങ്ങും ഇലക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടു. ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും മതവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ കടന്നുപോയിരിക്കുന്ന ഒരവസ്ഥ എത്രത്തോളം പറഞ്ഞു എന്നറിയാമോ? ഈ രാജ്യത്തെ ഭരണം ഇസ്ലാമികമായിരിക്കുമെന്ന് ഭരണകർത്താവ് സ്വയം പ്രഖ്യാപിക്കുകയോ തങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കുക വഴി രാജ്യത്തിന്റെ ഭരണം ഇസ്ലാമികമാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് വിചാരിക്കപ്പെടുകയോ ചെയ്യാത്ത കാലത്തോളം ഈ മഹത്തായ പ്രസ്ഥാനം ഇലക്ഷനിൽ പങ്കെടുക്കുകയില്ല. അത് എഴുതി വെച്ചത്. എഴുതി വെച്ച ആളുകളെ മരിച്ചു പോയിട്ടുള്ളൂ. എഴുതി വെച്ച വസ്തുതകൾ മരിച്ചു പോയിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് തങ്ങളുടെ ബുദ്ധിയിൽ ആലോചിച്ചുണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ സ്വയം പറയുകയും പിന്നീട് പ്രമാണങ്ങൾ പരതുകയും ചെയ്യുമ്പോൾ സംഭവിച്ചിരിക്കുന്ന അപജയങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് മതരാഷ്ട്രവാദത്തിന്റെ പരിണിതി. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഞാൻ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയുകയും അവിടേക്ക് നമ്മുടെ ആദർശത്തെ നാം കൊണ്ടുവരികയും അവിടുന്ന് ആദർശം സ്വീകരിക്കുകയും ആ കെട്ടുറപ്പിൽ മുന്നോട്ട് പോവുകയും ചെയ്താൽ നമുക്ക് ലഭിക്കേണ്ടത് ഈ ഭൂമിയിലും നാളെ പരലോകത്തിൽ ലഭിക്കും. ഇത് അല്ലാഹു പറഞ്ഞു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ തലലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ. ഖുർആൻ എത്ര മനോഹരമായിട്ട് ആ കാര്യം പറഞ്ഞെന്നറിയാമോ? എന്താണ് വിശ്വാസികൾക്ക് ഇവിടെ വേണ്ടത്? സത്യവിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ എന്താ വേണ്ടത്? ഒന്ന്, അവർക്ക് ഈ ഭൂമിയിൽ പ്രാതിനിധ്യം വേണം. രണ്ട്, അവരുടെ മതത്തിന് ഈ ഭൂമിയിൽ സ്വാധീനം വേണം. മൂന്ന്, അവർക്ക് ഇവിടെ നിർഭയത്വം വേണം. മൂന്ന് നൽകാമെന്ന് അല്ലാഹു വാഗ്ദത്തം ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ പ്രാതിനിധ്യം നൽകാം, നിങ്ങളുടെ മതത്തിന് സ്വാധീനം നൽകാം, നിങ്ങൾക്ക് ഇവിടെ നിർഭയത്വം നൽകാം. അല്ലാഹു പറഞ്ഞതാ. പക്ഷേ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ പാലിക്കണം. എന്താണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരിക്കണം. രണ്ട്, നിങ്ങൾ സൽക്കർമ്മികളായിരിക്കണം. യഥാർത്ഥ വിശ്വാസവും സൽക്കർമ്മവും നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ വേണം ഈ നാട്ടുകാർക്ക്, നിങ്ങളെ വേണം ഈ സമൂഹത്തിന്, നിങ്ങളെ വേണം ഈ ജനങ്ങൾക്ക്. ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന് അസ്തിത്വം ഉണ്ടായത് ആ അടിസ്ഥാനത്തിലാ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്ന മുമ്പുള്ള അവസ്ഥ എന്താ? നാട്ടിൽ ഒന്നിനും കൊള്ളാത്തവൻ, എല്ലാ തിന്മകളുടെയും പര്യായം, അഹങ്കാരിയും പോക്കിരിയും ധിക്കാരിയുമായി ജീവിക്കുന്ന മനുഷ്യൻ, യാദൃശ്ചികമായി വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന മഹാനുഭാവൻ വന്ന ശേഷം ഉണ്ടായ മാറ്റം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി. ജീവിതത്തിന്റെ തിന്മകൾ പൂർണ്ണമായി തൂത്തെറിഞ്ഞു, തുടച്ചു മാറ്റി, നന്മകളെന്ന് അറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സ്വായത്തമാക്കി. എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചായത്ത് മെമ്പറായി വിജയിച്ചാൽ ആനപ്പുറത്ത് ആഹ്ലാദ പ്രകടനം. എന്നാൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എതിരാളിയില്ലാത്ത
പ്രതിപക്ഷമില്ലാത്ത ഒരു രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏൽക്കുമ്പോൾ പൊട്ടിപ്പൊട്ടി കരയുകയാണ്. എന്തേ കാരണം? ഇന്നലെ വരെ ഉമറിന് സ്വന്തം ഭാര്യയും മക്കളും മാത്രമേ നോക്കേണ്ടിയിരുന്നുള്ളൂ. ഇന്ന് ഈ രാജ്യത്തെ ഓരോ പൗരനും, ഓരോ മനുഷ്യനും, പച്ചക്കരലുള്ള ഓരോ ജീവിയും ഉമറിന്റെ പരലോകത്തിന് തടസ്സമാകുമോ എന്നും അവർ ചിന്തിച്ചു. അതുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിലും ഉറക്കൊഴിച്ചുകൊണ്ട് ഉമർ സഞ്ചരിച്ചു, നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ തേടി അറിയാൻ പുറം രാജ്യക്കാർ കടന്നു വന്നു. അവർ ചോദിച്ചു, ഈ രാജ്യത്തെ ഖലീഫയുടെ കൊട്ടാരം ഏതാണ് കൊട്ടാരം? ആളുകൾ ചോദിക്കുകയാണ്, പുറം രാജ്യക്കാർ ചോദിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഖലീഫക്ക് അങ്ങനെ കൊട്ടാരമില്ല. എന്നാൽ ആ ഖലീഫ ഒന്ന് കാണിച്ചു തരാമോ? അവർ കാണിച്ചു കൊടുത്തു. ആ പള്ളിയുടെ മൂലയിൽ ഒരു തൂണിൽ ചാരി അങ്ങനെ ഉറങ്ങുന്ന ഒരു മനുഷ്യനെ, ഒരു അർദ്ധനഗ്നനായ ഒരു ഫക്കീറിനെ. ആ ഉറക്കം കണ്ടുകൊണ്ട് പുറം രാജ്യക്കാർ പറഞ്ഞു, ഉമർ അദൽത ഫഅമിൻത ഫനിംത. ഉമറേ, നീ നീതി പാലിച്ചു, അതുകൊണ്ട് നീ നിർഭയനായി, നിനക്ക് സുന്ദരമായി സുഖകരമായി ഉറങ്ങാം. ഇത് പറയിപ്പിക്കാൻ ലോകത്തിന് സാധിച്ചത് ഇസ്ലാമിന്റെ ആദർശ സംഹിത കൊണ്ടാ. ആ ആദർശം മനുഷ്യ ജീവിതത്തിൽ മനുഷ്യപ്പറ്റുള്ള ഉണ്ടാക്കിയത് കൊണ്ടാ, അവന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയത് കൊണ്ടാ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന മനുഷ്യനെ ലോകത്തെല്ലാവർക്കും വേണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അതിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്തുന്നവനെ എല്ലാവർക്കും ആവശ്യമുണ്ട്. സ്വന്തം വീട്ടുകാർക്ക് വേണം, കുടുംബക്കാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം, അയൽക്കാർക്ക് വേണം, രാജ്യത്തെല്ലാവർക്കും വേണം. കേരളക്കരയിൽ ഇസ്ലാമിക പ്രബോധനാർത്ഥം കടന്നു വന്നിരിക്കുന്ന 10-12 ആളുകൾ, അവരെ വേണമെങ്കിൽ അന്ന് അരിഞ്ഞു നുറുക്കി പരുന്തുകൾക്ക് എറിഞ്ഞു കൊടുക്കുവാൻ മാത്രം ഇവിടെ ആളുണ്ടായിരുന്നു. പക്ഷേ അവരെ സ്വീകരിച്ചു, അവർ അംഗീകരിച്ചു. അവർക്ക് വേണ്ടി എല്ലാം കൊടുത്തു. വീട്, പള്ളി, ആരാധനാലയം, ഭാര്യമാര്, കുടുംബം എല്ലാം കൊടുക്കണം. എന്തുകൊണ്ട്? ഇത് ക്വാളിറ്റി ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് ജീവിതത്തിലുണ്ട്. വാക്കിൽ മാത്രമല്ല, നാക്കിൽ മാത്രമല്ല, നോക്കിൽ മാത്രമല്ല, ജീവിതത്തിലുണ്ട്. അതുള്ളപ്പോ അല്ലാഹ് പറഞ്ഞതാ, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്ത്. നിങ്ങളിൽ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽവൃത്തരായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ നൽകാം. എന്ത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. പൂർവികർക്ക് ലഭിച്ചതുപോലെ ഈ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകാം. വലയുവക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും. അവർക്ക് ഏറ്റവും പ്രിയങ്കരമായിരിക്കുന്ന മതത്തിന് ഭൂമിയിൽ സ്വാധീനം നൽകാം. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഭയത്തെ നിർഭയത്വമാക്കി പകരം കൊടുക്കാം. അല്ലാഹ് പറഞ്ഞതാ, അതവർക്ക് ലഭിച്ചു. അവരിവിടെ നിർഭയരായി എല്ലാ സ്വാധീനവും ഉണ്ടായിക്കൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ സാധിച്ചു. പോകാൻ തുനിഞ്ഞാളുകളെ പോകാൻ അനുവദിച്ചില്ല. നിങ്ങളെ ഈ നാടിന് വേണം, നിങ്ങളെ ഈ സമൂഹത്തിന് വേണം, നിങ്ങളെ ഈ രാജ്യത്തിന് വേണം എന്ന് ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യന്മാർക്ക് പറയാൻ സാധിച്ചത് ഇസ്ലാം അവരിൽ വളർത്തിയെടുത്തിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ കരുത്ത് തന്നെയാണ്. അവരെ മാറ്റിയെടുത്തിരിക്കുന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് മലയാളത്തിൽ നാം ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആരാധ്യനേകൻ എന്ന സന്ദേശം. ആരാധ്യനേകൻ എന്ന സന്ദേശം ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് നടന്നെടുക്കുവാനുള്ളത് പരലോകത്തിലെ ശാശ്വതമായ അനശ്വരമായ ശാന്തിയിലേക്ക് തന്നെയാണ്. അവിടേക്ക് എത്തണമെങ്കിൽ ദുനിയാവിൽ അധ്വാനിക്കണം, ദുനിയാവിൽ പ്രവർത്തിക്കണം. ഇവിടെ ജീവിതം, സ്വന്തം ജീവിതം തനിക്കും തന്റെ ഭാര്യയ്ക്കും തന്റെ കുട്ടികൾക്കും വേണ്ടി മാത്രമല്ല. താൻ ജീവിക്കുമ്പോൾ ഒരുപാട് പടപ്പുകൾ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ നമ്മെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് ജീവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്ന, അവർക്ക് നന്മ ചൊരിഞ്ഞു കൊടുത്ത്, നല്ലത് സംസാരിച്ച്, നല്ലത് ചിന്തിച്ച്, നല്ലത് പറഞ്ഞ്, നല്ലത് ചെയ്ത് നന്മയിലേക്ക് നയിച്ച് നന്മയുടെ വക്താക്കളായി പ്രയോക്താക്കളായി മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹ് പറഞ്ഞല്ലോ, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും മാത്രം യോഗ്യത നേടിയിരിക്കുന്ന ഉത്തമ സമൂഹമായി നിങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്ന വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അപ്രകാരം നിങ്ങൾ നാം ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് മാതൃക പ്രവാചക തിരുമേനിയാണ്. നിങ്ങൾ ലോകത്തിന് മുഴുവൻ മാതൃകയായിരിക്കണം. ആ മാതൃകയിലേക്ക് എത്താൻ ആധുനിക മുസ്ലിം സമൂഹത്തിന് സാധിക്കണം. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരെ നയിക്കണം. അങ്ങനെ നയിച്ചാൽ ദുനിയാവിലും അവർക്ക് സമാധാനം, പരലോകത്തും അവർക്ക് സമാധാനം. ആരാധ്യനേകൻ എന്ന ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് അനശ്വരമായ ശാന്തിയിലേക്ക് നടന്നെടുക്കുവാൻ പടച്ചതമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും കൃത്യമായി പഠിച്ചു പകർത്തി നല്ലവരായി ജീവിച്ചു മരിക്കാൻ
ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നമ്മെ ഏവരെയും അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി മറ്റുമൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അറിയുന്ന തമ്പുരാനെ, അവർക്ക് നീ സൗഖ്യവും സമാധാനവും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ എല്ലാവരുടെയും എല്ലാ പാപങ്ങളെയും നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ അഹയ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ വതവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.